ഇതിപ്പോൾ ഒരു ഡിഷ് വാഷറാണ്. ഇതൊരു ബിൽറ്റിൻ ഡിഷ് വാഷറാണ്. അതിപ്പോൾ ഫ്രീ സ്റ്റാൻഡിങ് ആയാലും ബിൽറ്റിൻ ഡിഷ് വാഷർ ആയാലും കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ബിൽറ്റിൻ ഡിഷ് വാഷർ. ഈ ഒരു ഡിഷ് വാഷറിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ളൊരു മേഖല എന്ന് വെച്ചാൽ ഏത് വെള്ളമാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഡിഷ് വാഷറിനകത്ത് വെള്ളം കൊടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ബോർവെൽ വാട്ടർ, കിണർ വെള്ളം നല്ല വെള്ളമാണെങ്കിൽ കൊടുക്കാൻ കുഴപ്പമില്ല. കിണർ വെള്ളം, അതായത് അയൺ കണ്ടന്റ് കൂടുതലുള്ള വെള്ളങ്ങൾ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഷ് വാഷറിൻ്റെ അകത്ത് സോൾട്ട് ഇടുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെയാണ് ആ സോൾട്ട് ഇടുന്ന ഭാഗം വരുന്നത്. ഈ സോൾട്ട് ഇടുന്ന ഈ ഒരു ഡിസ്പെൻസറിനകത്ത് നമ്മൾ സോൾട്ട് ഇട്ട് കൊടുക്കണം. കാര്യം അയൺ കണ്ടന്റിൻ്റെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ പാത്രങ്ങൾക്ക് എല്ലാത്തിനും നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, പാത്രങ്ങൾക്ക് എല്ലാത്തിനും തന്നെ പാട് പിടിച്ചൊരവസ്ഥ ഉണ്ടാവും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനകത്തൊരു സോൾട്ട് ഇടും. ഈ അയൺ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എപ്പോഴും നമ്മൾ സോൾട്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല വെള്ളം വേണം കൊടുക്കാനായിട്ട് ഡിഷ് വാഷറിനകത്ത്. കാര്യം RO വാട്ടർ കൊടുക്കാനല്ല പറയുന്നത്, പൈപ്പ് വെള്ളം അല്ലെങ്കിൽ നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം. അതായത് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ഫിൽട്ടർ അല്ല, മറ്റേ വലിയ വീടുകളിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഫിൽട്ടർ ചെയ്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷറിൽ കൊടുക്കുന്നതാണ് എപ്പോഴും സേഫ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മളെപ്പോഴും ഇതിൻ്റെ സോൾട്ട് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്കതിന് കുറച്ച് ചിലവ് ഉള്ള പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ്, അവിടെ വീട്ടിലുള്ള ഏത് കണക്ഷനാണോ ആ കണക്ഷനിൽ തന്നെയാണ് മിക്ക ആൾക്കാരും ഡിഷ് വാഷറിൽ വെള്ളം കൊടുക്കുന്നത്. പൈപ്പ് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഫിൽട്ടർ ചെയ്ത വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ സാധാരണ കിണർ വെള്ളമോ അല്ലെങ്കിൽ ബോർവെൽ വെള്ളമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഉപ്പ് മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ താഴെ ഒരു ഡിസ്പെൻസർ ഉണ്ട്. ആ ഡിസ്പെൻസറും ഒരു കാലാവധി കഴിഞ്ഞാൽ അതും നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം അയൺ കണ്ടന്റിൻ്റെ അംശം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല വെള്ളം കൊടുക്കുക, ഡിഷ് വാഷ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും.